ഓപ്പറേഷൻ താമരയിൽ ബീഹാറിലെ മഹാസഖ്യ സർക്കാരിന് പതനം. മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. വൈകിട്ട് 4 മണിക്ക് NDA JDU സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യും. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ പട്നയിലേക്ക് തിരിച്ചിട്ടുണ്ട്. BJP MLA-മാർ നിതീഷിന്റെ വസതിയിലേക്ക് എത്തും. കോൺഗ്രസിന്റെ 9 MLA-മാരെ ഇതുവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. 1 മണിക്ക് NDA നിയമസഭാ കക്ഷിയോഗം ചേരുന്നുണ്ട്. നിതീഷിന്റെ രാജി പ്രതീക്ഷിച്ചതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ഇന്ത്യ സഖ്യം തന്റെ പ്രതീക്ഷ കാത്തില്ല എന്ന രാജിക്ക് ശേഷം നിതീഷിന്റെ പ്രതികരണം. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. आज हमने मुख्यमंत्री से इस्तीफा दे दिया और जो सरकार थी उसको भी समाप्त करने का हमने आज गवर्नर साहब को दे दिया। कितना काम हम कर रहे थे और उधर भी लोग हम अलायंस करवाए, क्या क्या करवाने में लगे और कोई कुछ काम ही नहीं कर रहे थे, तो सबको लेकर के तकलीफ और यहाँ पर भी लोगों को तकलीफ, तो ये हो गया तो हमने बोलना छोड़ दिया था। अब सबके लिए അനൂപ് ദാസിന്റെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അനൂപ്, ഇപ്പോൾ നിതീഷിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തുകൊണ്ടാണ് ഈ RJD കോൺഗ്രസ് ഈ മഹാഗഡ്ബന്ധനിൽ നിന്ന് പുറത്തിറങ്ങിയതെന്നാണ് അദ്ദേഹം പറയുന്നത്? RJD സഖ്യത്തിൽ നിന്ന് ഞാൻ എന്തുകൊണ്ട് പോകുന്നു എന്ന നിലയിലല്ല നിതീഷ് സംസാരിച്ചത്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് എന്തുകൊണ്ട് പോകുന്നു എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. എൻ്റെ പ്രതീക്ഷകളെ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ആ പ്രതീക്ഷകളുമായി നീതി പുലർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. ഇന്ത്യ സഖ്യം ഒരു പരാജയമാണ് എന്ന നിലയിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് ഏറ്റവും പ്രധാനമായി മുൻകൈയെടുത്ത ആദ്യ ചുവടുകൾ വെച്ച നേതാവാണ് ഇപ്പോൾ സഖ്യം വിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബീഹാറിലെ ഒരു നിയമസഭ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ, അവിടുത്തെ ആളുകൾ എന്ന നിലയിലല്ല ഇപ്പോൾ നിതീഷ് കുമാറിന്റെ രാജിയെ വിലയിരുത്തേണ്ടത്. 40 ലോക്സഭാ സീറ്റുകളുണ്ട് ബീഹാറിൽ. ആ 40 ലോക്സഭാ സീറ്റുകളിൽ ആര് വിജയിക്കുമെന്നത് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രാജ്യത്ത് കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. നേരത്തെ പലവട്ടവും രാജ്യത്ത് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച ഇടമാണ്. പ്രത്യേകിച്ച് 1970-കളിൽ സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിൻ്റെ കാലത്ത്, ജയപ്രകാശ് നാരായണൻ്റെ വലിയ മുന്നേറ്റത്തിൻ്റെ കാലത്ത് അതോടൊപ്പം ചേർന്ന് നിന്ന് വളർന്നു വന്ന നേതാവാണ് നിതീഷ് കുമാർ. അങ്ങനെയുള്ള സംസ്ഥാനത്ത്, ആ സംസ്ഥാനത്തെ 40 സീറ്റുകളിൽ മഹാഗഡ്ബന്ധൻ, നേരത്തെ ഉണ്ടായിരുന്ന മഹാഗഡ്ബന്ധൻ JDUവും RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും എല്ലാം ഒരുമിച്ച് നിന്ന് മത്സരിച്ചാൽ ആ 40 സീറ്റുകളിൽ മഹാഭൂരിപക്ഷത്തിലും ഒരുപക്ഷെ 30-ലധികം സീറ്റുകളും വിജയിക്കാനുള്ള ശേഷി ആ സഖ്യത്തിനുണ്ടായിരുന്നു. ആ സഖ്യം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ വലിയ വെല്ലുവിളി ഉണ്ടാകുമെന്ന വിലയിരുത്തൽ NDAക്ക് പ്രത്യേകിച്ച് BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ തകർക്കണമെന്ന ചിന്ത വളരെ കാലമായി BJPക്ക് ഉണ്ടായിരുന്നു. ആ തകർക്കണമെന്ന ചിന്ത വിജയത്തിലെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇന്ന് പറയാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ 128 അംഗങ്ങളുള്ള 128 പേരുടെ പിന്തുണയുള്ള ഒരു സഖ്യമായി ബീഹാറിൽ NDA മാറിയിരിക്കുന്നു. 45 സീറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും 78 JDUവിന് ഉള്ളൂ എങ്കിലും 78 സീറ്റുകളുള്ള BJP പിന്തുണയ്ക്കും. 4 സീറ്റുകളുള്ള ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച പിന്തുണയ്ക്കും, ഒരു സ്വതന്ത്രൻ പിന്തുണയ്ക്കും. അങ്ങനെ വരുമ്പോൾ 128 സീറ്റ് സർക്കാർ രൂപീകരിക്കാനുള്ള പിന്തുണയായി NDA സഖ്യം എത്തുകയാണ്. ഇനി എങ്ങനെയാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ, സ്പീക്കറുടെ കാര്യത്തിൽ ആ വിഭജനം എങ്ങനെയായിരിക്കും? മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ അനൂപ, അത് സംബന്ധിച്ച സൂചനകൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുഖ്യമന്ത്രിയുമായി നിതീഷ് കുമാർ തന്നെ വരും. 2 ഉപമുഖ്യമന്ത്രിമാരാണ്. 2 തരത്തിൽ വിവരങ്ങൾ കേൾക്കുന്നു. ഒന്ന്, രണ്ടും BJPയുടെ ഉപമുഖ്യമന്ത്രി ആയിരിക്കുമെന്ന വിവരമാണ്. രണ്ടാമത്തേത് ഒരാൾ JDUവിൽ നിന്നും ഒരാൾ BJPയിൽ നിന്നും എന്നുമാണ്. എന്തായാലും അത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം NDAയുടെ യോഗം 1 മണിക്ക് ചേരുന്നുണ്ട്. ആ യോഗശേഷം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അത് കഴിഞ്ഞ് വൈകിട്ട് 4 മണിയോടെയാണ് സത്യപ്രതിജ്ഞ ഉണ്ടാവുക എന്ന വിവരം ലഭിക്കുന്നു. 4 മണിക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ രാജ്ഭവനിൽ ആരംഭിച്ചിട്ടുണ്ട്. 3 മണിയോടുകൂടി തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ പട്നയിലെത്തും. നഡ്ഡയ്ക്കൊപ്പം ചിരാഗ് പസ്വാൻ ഉണ്ട്. ചിരാഗ് പസ്വാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയിൽ നിന്ന് മാറി NDAയിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മത്സരിച്ച പാർട്ടിയാണ് LJP. 5.44% വോട്ട് നേടിയിടുന്നു ഒറ്റയ്ക്ക് മത്സരിച്ച്. ആ 5% വോട്ട് കൂടി NDAയിലേക്ക് എത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം എന്ന നിലയിൽ തകൃതിയായി കാര്യങ്ങളെ മുന്നോട്ട് നീക്കുകയാണ് BJP. ഇപ്പൊ പ്രധാനമന്ത്രി നിതീഷ് കുമാറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. നോക്കൂ,
ഇന്ത്യ സഖ്യ മുന്നണി അത് രൂപീകരിച്ചപ്പോൾ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇന്ത്യ എന്ന പേരിട്ടപ്പോൾ മുതലുള്ള വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ മാസ്റ്റർ സ്ട്രോക്കിലൂടെ BJP ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഭാരത് ന്യായ് യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കക്ഷികൾ പിരിഞ്ഞ് അല്ലെങ്കിൽ ഇറങ്ങി പോവുകയാണ്, പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മുന്നണിയെ. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പിരിഞ്ഞു പോകുന്നു, കുറെ പാർട്ടികൾ പോയി എന്ന തരത്തിലുള്ള ഒരു അവ്യക്തമായ ചിത്രം BJPയുടെ IT സെൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ JDU മാത്രമേ ഇന്ത്യ സഖ്യം വിട്ടു പോയിട്ടുള്ളൂ. തൃണമൂൽ കോൺഗ്രസോ അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയോ ഒന്നും ഇന്ത്യ സഖ്യം വിട്ടു പോയിട്ടില്ല. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും പഞ്ചാബിൽ ഇരു പാർട്ടികളും ഒരുമിച്ച് മത്സരിച്ചാൽ പ്രതിപക്ഷത്തേക്ക് അകാലിദളും ഒപ്പം തന്നെ BJPയും വരും, പ്രതിപക്ഷത്തിന്റെ സ്പേസ് അവർ സ്വന്തമാക്കും എന്നൊരു പ്രശ്നം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളും വെവ്വേറെ മത്സരിക്കണം പഞ്ചാബിൽ എന്ന ചിന്തയിലാണുള്ളത്. അതുകൊണ്ട് അവിടെ സഖ്യത്തിലൊരു പ്രശ്നമുണ്ട് എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. എന്നാൽ അതേ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കോൺഗ്രസുമായി സീറ്റ് വിഭജന ചർച്ചകളിലാണ്. 4 സീറ്റ് ആം ആദ്മി പാർട്ടി, 3 സീറ്റ് കോൺഗ്രസും എന്ന നിലയിൽ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് യാതൊരു കുഴപ്പവുമില്ല. പിന്നെയുള്ളത് ബംഗാളാണ്. ആ ബംഗാളിൽ 42 ലോക്സഭാ സീറ്റുകളിൽ 40 ഞങ്ങൾ മത്സരിക്കാൻ, 2 നിങ്ങൾ മത്സരിച്ചോളൂ എന്ന് മമതാ ബാനർജി കോൺഗ്രസിനോട് പറഞ്ഞപ്പോൾ കോൺഗ്രസ് അത് അംഗീകരിച്ചിട്ടില്ല. അതിന്റെ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതല്ലാതെ ഈ ഇടയ്ക്ക് ഇന്നലെയൊക്കെ കേട്ടിരുന്നു RJD ഇപ്പം ഈ ലല്ലൻ സിംഗ് അടക്കമുള്ള ചില നേതാക്കൾ NDAയുടെ ഭാഗമാകുന്നതിനെ എതിർത്തിരുന്നു. അതൃപ്തിയുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു, അവരുമായി RJD ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നൊക്കെ കേട്ടിരുന്നു. ആ ചർച്ചകൾക്കൊക്കെ എന്ത് സംഭവിച്ചു? അങ്ങനെ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പുതിയൊരു സഖ്യ സർക്കാർ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ അവരുടെ ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കണം. അത് BJPക്കും JDUവിനും മുന്നിലുള്ള ഒരു വെല്ലുവിളിയാകുമോ എന്നാണ് നമുക്ക് ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിന് ശേഷം അറിയാനുള്ള കാര്യം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം JDUവിൽ നിന്ന് ചില MLA മാർ പോകുമെന്ന പേടി BJPക്കും JDUവിനുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിലെ ചില MLA മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള കുതിരക്കച്ചവടത്തിലൂടെ അവരെ സ്വന്തമാക്കാനുള്ള ഇടപെടൽ BJP ആരംഭിച്ചത്. 9 കോൺഗ്രസ് MLA മാരെ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. രാവിലെ 11 മണിക്ക് നിയമസഭാ കക്ഷി യോഗം ചേരാനിരുന്നതാണ് കോൺഗ്രസ്. ഈ സമയം വരെ ചേരാൻ കഴിഞ്ഞിട്ടില്ല. 9 MLA മാരെ ഇതുവരെ അവർക്ക് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ലാലു പ്രസാദ് യാദവ് പറഞ്ഞ കാര്യം, JDU അവരുടെ തീരുമാനം പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം ഞാൻ ഇടപെട്ടോളാം എന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞിട്ടുണ്ട്. ബീഹാറിലെ രാഷ്ട്രീയത്തിൽ വളരെ കാലം അതിശക്തമായി നിലനിൽക്കുന്ന നേതാവാണ് ലാലു പ്രസാദ് യാദവ്. ലാലു അല്പസമയത്തിനകം RJD MLA മാരെ നേരിട്ട് കണ്ട് സംസാരിക്കും.